ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കപ്പിക്സ്. ഇന്നത്തെ നമ്മുടെ ആക്ച്വലി കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ള കണ്ടൻറ്റാണ്. ഞാൻ ഇതിനു മുമ്പും ടർബോ പെട്രോൾ എഞ്ചിനുകളും നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനുകളും തമ്മിലുള്ള ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ആ ഏതെടുക്കുന്നതാണ് നിങ്ങൾക്ക് നന്നായിരിക്കുക എന്നത് ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. ബട്ട് അതിൽ ടർബോ പെട്രോൾ എഞ്ചിനുകളുടെ അങ്ങനെ കൂടുതൽ പോരായ്മകൾ അല്ലെങ്കിൽ ഇതൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഒന്നും എനിക്ക് ആ വീഡിയോയിൽ തരാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. ബട്ട് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടർബോ പെട്രോൾ എഞ്ചിനുകളും നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനുകളും ഇതിൻ്റെ തമ്മിൽ എത്രമാത്രം ലൈഫിൽ വ്യത്യാസം ഉണ്ടാകുന്നതാണ്. അതായത് നിങ്ങളൊരു നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ എടുക്കുന്നതാണോ അതോ ടർബോ പെട്രോൾ എഞ്ചിൻ എടുക്കുന്നതാണോ ലോങ് ടേം യൂസിന് നന്നാവുക എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. കുറച്ച് പേര് ഈ പെട്രോൾ എഞ്ചിനുകളുടെ കാര്യത്തിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, കുറച്ച് പേര് ഒരു വാഹനം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 5 6 അല്ലെങ്കിൽ 6 അല്ല അതിൽ കൂടുതൽ വർഷം സുഖമായിട്ട് ഒരു വാഹനം എടുക്കുന്ന രീതിയിലായിരിക്കും അവർ ഇതെടുക്കുന്നത്. അതായത് കൂടുതൽ ഉപയോഗിക്കുക എന്ന ഒരു രീതിയിലായിരിക്കും ഇവർ ഈ വാഹനം എടുക്കുന്നത്. പക്ഷേ അതേസമയം വേറെ കുറച്ച് പേര് പെട്ടെന്ന് എടുത്തിട്ട് പെട്ടെന്ന് അങ്ങ് വിൽക്കുക, അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പുതിയൊരു മോഡൽ വരുമ്പോൾ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, അങ്ങനെ ഒരു ചിന്ത വെച്ചിട്ടായിരിക്കും കുറച്ച് പേര് വാഹനം എടുക്കുന്നത്. അവർ ചിലപ്പോൾ ഒരു 3 4 വർഷമൊക്കെ ഒരു വാഹനം ഉപയോഗിച്ചു എന്ന് വരുള്ളൂ. പക്ഷേ അതേസമയം മറ്റേ ആൾ നമ്മൾ ആദ്യം പറഞ്ഞ കണ്ടീഷനിൽ വെച്ചിട്ടുള്ള ആ ഒരു ബയർ ചിലപ്പോൾ ഇതേ വാഹനം തന്നെ 7 8 വർഷങ്ങൾ വെച്ച് ഉപയോഗിച്ചു എന്ന് വരാം. അതുകൊണ്ട് എങ്ങനത്തെയൊക്കെ യൂസിലാണ് നിങ്ങളൊരു ടർബോ പെട്രോൾ എഞ്ചിൻ എടുക്കേണ്ടത് എന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. എനിവേ ആദ്യം നമുക്ക് ടർബോ പെട്രോൾ എഞ്ചിനുകൾ എന്താണെന്ന് നോക്കാം. ടർബോ പെട്രോൾ എഞ്ചിനുകൾ എന്താണെന്നല്ല, ബട്ട് ഈ ടർബോ പെട്രോൾ എഞ്ചിനുകൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് റിയൽ ലൈഫ് എക്സാമ്പിൾ എടുക്കാം. ഈ റിയൽ ലൈഫ് എക്സാമ്പിളിൽ ഒരു ചെറിയ കുട്ടി, ഓക്കെ, ഈ ചെറിയ കുട്ടി കുറച്ച് ബൂസ്റ്റ് കുടിക്കുന്നു, അത് കഴിഞ്ഞൊരു 10 കിലോയുടെ അരിച്ചാക്ക് എടുക്കുന്നു. ഈ അരിച്ചാക്ക് എടുത്തുകൊണ്ട് ഈ കുട്ടിക്ക് എത്ര ദൂരം വരെ പോകാൻ പറ്റും എന്ന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഗസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ബിക്കോസ് കുറച്ച് ബൂസ്റ്റ് കുടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ദൂരമൊന്നും പോകാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, അത് നിങ്ങൾക്കറിയാമല്ലോ. ഇനി അതേസമയം വേറെ ഒരു നല്ലൊരു ജിമ്മൻ അല്ലെങ്കിൽ നല്ലൊരു ബോഡിയൊക്കെ ഉള്ളൊരു അത്യാവശ്യം മസിലൊക്കെ ഉള്ളൊരു മനുഷ്യൻ, ഓക്കെ, അദ്ദേഹത്തിന് അല്ലെങ്കിൽ അയാൾക്ക് ഈ ഒരു അരിച്ചാക്കെടുത്ത് എത്ര ദൂരം 10 കിലോയുടെ അരിച്ചാക്കെടുത്ത് ഇതേ സംഭവം തന്നെ എടുത്തുകൊണ്ട് എത്ര ദൂരം വരെ കൂളായിട്ട് നടന്നു പോകാൻ പറ്റും എന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഓക്കെ, ഇത് തന്നെയാണ് ആക്ച്വലി ടർബോ പെട്രോൾ എഞ്ചിനുകളും നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനുകളും തമ്മിലുള്ള വ്യത്യാസം. ഈ ടർബോ പെട്രോൾ എഞ്ചിനുകൾ എന്ന് പറയുന്നത് കൂടുതലും ഭയങ്കര ലോ കപ്പാസിറ്റി അല്ലെങ്കിൽ കപ്പാസിറ്റി കുറഞ്ഞ എഞ്ചിനുകളായിരിക്കും. കപ്പാസിറ്റി കുറഞ്ഞ എഞ്ചിനുകൾ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ 1 ലിറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ 1.2 ലിറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ 1000 cc ആയിരിക്കും, അല്ലെങ്കിൽ 1.2 അതായത് 1200 cc ആയിരിക്കും. ഈ 2 എഞ്ചിനുകളാണ് കൂടുതൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഉപയോഗിച്ച് വരുന്നത്. ഈ സ്മോൾ കാപ്പാസിറ്റി ടർബോ പെട്രോൾ എഞ്ചിനുകളുടെ കാറ്റഗറിയിൽ ഉപയോഗിച്ച് വരുന്നത് ഈ എഞ്ചിനുകളിൽ കൂടുതൽ എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഒന്ന് പ്രീമിയം ഹാഷ് ബാക്സിലാണ്, അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് ഹാഷ് ബാക്സ് ആ ഒരു ലെവലാണ്. ഇപ്പോൾ ഗ്രാൻഡ് ഐറ്റൻ ന്യൂസ് അല്ലെങ്കിൽ ഓറ ആ ഒരു ലെവലിലൊക്കെ ഈ ഒരു എഞ്ചിൻസ് ഉപയോഗിക്കുന്നുണ്ട്. പ്രീമിയം ഹാഷ് ബാക്സിൻ്റെ കാറ്റഗറിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിപ്പോൾ അൾട്രോസ് ആണെങ്കിലും i20 ആണെങ്കിലും. ബലെനോയിൽ വരുന്നില്ല. ബലെനോയിൽ ആദ്യം ഒരു RS എന്ന് പറയുന്ന മോഡൽ ഉണ്ടായിരുന്നു, അത് പിന്നീട് സെയിൽസ് ഇല്ലാത്തതുകൊണ്ട് അവർ ഡിസ്കണ്ടിന്യൂ ചെയ്തു. ബട്ട് എന്തായാലും പ്രീമിയം ഹാഷ് ബാക്സിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മിഡ് സൈസ് അല്ലെങ്കിൽ നമ്മുടെ കോമ്പാക്ട് SUV സെഗ്മെൻറ്റിൽ ഉപയോഗിക്കുന്നുണ്ട്. മിഡ് സൈസ് SUV അതായത് സെൽട്ടോസ് സോണറ്റ് കാറ്റഗറിയിലും സെൽട്ടോസ് ക്രെറ്റ കാറ്റഗറിയിൽ, സോണറ്റ് കോമ്പാക്ട് SUV ആണ്, ആ ഒരു കാറ്റഗറിയിലും ഈ ടർബോ പെട്രോൾ എഞ്ചിനുകൾ ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് ആക്ച്വലി വെർണ കാറ്റഗറിയിൽ ഉപയോഗിക്കുന്നുണ്ട് ഈ ടർബോ പെട്രോൾ എഞ്ചിനുകൾ. ബട്ട് ആക്ച്വലി 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനൊക്കെ വെർണയിൽ മാത്രമേ വരുന്നുള്ളൂ. ഇനി ഇതുകൊണ്ടുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ചെറിയ കപ്പാസിറ്റി ഉള്ള എഞ്ചിനാണ്. അപ്പോൾ ഈ ചെറിയ കപ്പാസിറ്റി ഉള്ളൊരു എഞ്ചിനെ ഒരു ടെർബോ കൂടി ഇൻസ്റ്റാൾ ചെയ്ത് മാക്സിമം അങ്ങ് പണിയെടുപ്പിക്കുകയാണ്. അതായത് ഇതിനെ പണിയെടുപ്പിച്ച് ആക്ച്വലി ഈ ഒരു 1 ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിൻ അല്ലെങ്കിൽ 1.2 ലിറ്റർ എഞ്ചിൻ ഒരു ബംഗാളി പോലെയാണ്. ഞാനിത് ആക്ച്വലി ആരും ദ്രോഹിക്കാൻ വേണ്ടി പറയുന്നതല്ല, ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്ന രീതിയിൽ മാത്രം നിങ്ങൾ എടുക്കുക, സീരിയസ് ആയിട്ട് എടുക്കരുത്. സോ 1 ലിറ്റർ എഞ്ചിൻ ഒരു ബംഗാളിയെ പോലെയാണ് പണിയെടുക്കുന്നത്. അതായത് മാക്സിമം പണിയെടുത്ത് ഒരുപാട് കാലം കഴിയുമ്പോൾ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആ ഒരു എഞ്ചിനും വരും. അതുപോലെ നമ്മുടെ ഈ 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനുകൾ അല്ലെങ്കിൽ ഈ 2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനുകൾ ഇല്ല. എന്തായാലും ഡീസൽ ആക്ച്വലി ഒട്ടുമിക്ക എല്ലാ വാഹനങ്ങളും ടർബോ ചാർജ് തന്നെയാണ്. ബട്ട് പെട്രോളിലേക്ക് വരുമ്പോൾ ഈ 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനുകൾ ഭയങ്കര മടിയന്മാരാണ്. അതായത് ഒരു മിഡ് സൈസ് SUV കാർ അല്ലെങ്കിൽ ഒരു കോമ്പാക്ട് SUV വലിച്ചുകൊണ്ട് പോകാനുള്ള സ്ട്രെങ്ത്ത് അതിനാവശ്യമുള്ള അത്രയും സ്ട്രെങ്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് എഫേർട്ട് എടുത്ത് വലിച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നും അതിനില്ല. പക്ഷേ ഒരു ടർബോ പെട്രോൾ എഞ്ചിൻ എന്ന് പറയുമ്പോൾ അതെന്താണ്, അതിന് മാക്സിമം അധ്വാനിക്കണം. എന്നാൽ മാത്രമേ ഇത്രയും ബോഡി വെയിറ്റ് ആക്ച്വലി ഒരു മിഡ് സൈസ് അല്ലെങ്കിൽ ഒരു കോമ്പാക്ട് SUV കാറിന് എന്തായാലും 1100 അല്ലെങ്കിൽ 1200 ഇടയിലായിരിക്കും അതിന് ബോഡി വെയിറ്റ് വരുന്നത്. അപ്പോൾ ഇത്രയും വെയിറ്റുള്ള ഒരു വാഹനം വലിച്ചുകൊണ്ട് പോകാൻ ഒരു 1 ലിറ്റർ എഞ്ചിന് സാധിക്കണമെങ്കിൽ അത് ഒരുപാട് അധ്വാനിക്കണം. ഈവൻ ദോ ടർബോ ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ പോലും ടർബോ ആക്ടിവേറ്റ് ആവാൻ അല്ലെങ്കിൽ ടർബോ ഒന്ന് കിക്കിൻ ആവാൻ 1500 അല്ലെങ്കിൽ 2000 RPM ക്രോസ് ചെയ്യണം. അതിനു മുമ്പ് ഈ ഒരു എഞ്ചിൻ ഒറ്റയ്ക്കാണ് ഇത് വലിച്ചുകൊണ്ട് പോകേണ്ടത്. ഇനി അതവിടെ നിൽക്കട്ടെ, ടർബോ കിക്കിൻ ചെയ്ത് നോക്കുക. ഓക്കെ, ടർബോ കിക്കിൻ ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു എഞ്ചിൻ വെറുതെ ഇരിക്കുകയാണോ? അല്ലല്ലോ, ഈ എഞ്ചിൻ അപ്പോഴും ഒരുപാട് പണിയെടുക്കുന്നുണ്ട്. സോ ഈ ഒരു 1 ലിറ്റർ എഞ്ചിൻ പണിയെടുത്തുകൊണ്ടേയിരിക്കുകയാണ്, എപ്പോഴും വളരെയധികം പണിയെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എഞ്ചിനാണ് ഈ 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളൊരു 1 ലിറ്റർ എഞ്ചിൻ ഒരുപാടൊന്ന് അധ്വാനിച്ചതിന് ശേഷം ഒന്ന് തൊടുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ ചൂടായിരിക്കും. ചൂടായെന്ന് പറയുമ്പോൾ അത്ര നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ എഞ്ചിൻ പേ തുറന്ന് നോക്കിയാൽ മതി, എഞ്ചിൻ നല്ലോണം ചൂടായി കാണും.
ബട്ട് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നാച്ചുറലി ആസ്പിറേറ്റഡ് അല്ലെങ്കിൽ 1.2 ലിറ്റർ അല്ലെങ്കിൽ 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനുകൾ ചൂടാവില്ല എന്നല്ല. ഈ എഞ്ചിനുകളും ചൂടാവും. ബട്ട് ഈ ഒരു 1 ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിനുകൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ചൂടായിരിക്കുന്ന അത്രയും ചൂട് ഈ ഒരു 1.5 ലിറ്റർ എഞ്ചിന് ഉണ്ടാവില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണത്. നിങ്ങൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയാൽ മതി. ഒരു ലോങ് ട്രിപ്പ് ഇനി നിങ്ങൾ നമ്മുടെ ഈ ഒരു കോവിഡ് സെനാരിയോന് ശേഷം എപ്പോഴെങ്കിലും പോവുകയാണെങ്കിൽ അതിനുശേഷം ഒരു 1 ലിറ്റർ ടർബോ അല്ലെങ്കിൽ 1.2 ലിറ്റർ ടർബോ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒന്ന് എഞ്ചിൻ ബേ തുറന്ന് നോക്കുക. ആ എഞ്ചിൻ എത്രമാത്രം ചൂടായി കാണുന്നു നിങ്ങൾക്ക് തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതേസമയം ഒരു 1.5 ലിറ്റർ എഞ്ചിൻ ഉപയോഗിക്കുന്ന ഒരു നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഈ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ ആക്ച്വലി നമ്മളിപ്പോൾ കാണുന്നത് ഒന്ന് ഇക്കോസ്പോർട്ടിലാണ്, അടുത്ത് ബ്രസീലാണ് കുറച്ചും കൂടി റിഫൈൻഡ് ആയിട്ടുള്ള അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള അത്യാവശ്യം പെപ്പി ആയിട്ടുള്ള ഒരു എഞ്ചിൻ. ഈ 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ്റെ മാക്സിമം പവർ 105 PS ആണ്. ആക്ച്വലി 103.8 bhp മറ്റുമാണ് അതിന് കറക്റ്റ് ആയിട്ടുള്ള പവർ. ഇനി അത് പി എസിലേക്ക് കൺവേർട്ട് ആകുമ്പോൾ 105 PS എന്ന് വരുന്നതാണ്. ഇനി ടോർക്ക് വരുന്ന 138 ന്യൂട്ടൺ മീറ്റേഴ്സും ആണ്. ഇനിയിപ്പോൾ ഇതുകൊണ്ട് എന്താണ് ഗുണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ആക്ച്വലി ഈ ഒരു എഞ്ചിന് വരുന്ന ലോഡ് കുറവായിരിക്കും. ഈ ഒരു 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ അല്ലെങ്കിൽ ഇത്രയും കപ്പാസിറ്റി കൂടിയ ഒരു എഞ്ചിന് ഈ ഒരു ചെറിയ വാഹനം എന്ന് പറയുന്നില്ല, ബട്ട് ഒരു ബ്രസ അല്ലെങ്കിൽ ആ ഒരു സൈസിൽ നിൽക്കുന്ന ഒരു കോമ്പാക്ട് SUV അല്ലെങ്കിൽ ഒരു മിഡ് സൈസ് SUV വലിച്ചുകൊണ്ട് പോകാൻ അത്രയധികം എഫേർട്ട് എടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇൻ ദ സെൻസ് ഒരു 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ അല്ലെങ്കിൽ ഒരു 1.2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ എടുക്കുന്ന അത്ര എഫേർട്ട് ഈ ഒരു 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനുകൾക്ക് എടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞു എഞ്ചിന് അധികം ലോഡ് ഉണ്ടാവില്ല എന്ന്. ഈ 1.5 ലിറ്റർ എഞ്ചിന് ലോഡ് ഇല്ലാത്തതുകൊണ്ട് ഇനി എന്താണ് ഗുണം? ലോഡ് ഇല്ലാത്തത് കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണമാണ് ഇതിൻ്റെ ഡ്യൂറബിലിറ്റി അല്ലെങ്കിൽ റിലയബിലിറ്റി. ഈ ഒരു 1 ലിറ്റർ ടർബോ അല്ലെങ്കിൽ ഒരു 1.2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ ഈ ഒരു എഞ്ചിൻ ഓടിക്കോളും. വേണമെങ്കിൽ 7-8 years ഒന്നും വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ ഈ 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ ഓടും. പക്ഷേ അതേസമയം ഒരു 3-4 വർഷം കൊണ്ട് തന്നെ ഒരു 1 ലിറ്റർ അല്ലെങ്കിൽ 1.2 ലിറ്റർ എഞ്ചിൻ്റെ ഒരു ഏകദേശം തീരുമാനമാവും. ഇൻ ദ സെൻസ് മോശമാണ് എന്നല്ല ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബട്ട് അതിൻ്റെ റിലയബിലിറ്റി കുറയാനുള്ള അല്ലെങ്കിൽ കുറച്ച് റിലയബിലിറ്റി ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ, അതായത് കറക്റ്റ് ടൈം ഇൻ്റർവെൽസിലൊക്കെ സർവീസ് ചെയ്യുകയാണെങ്കിൽ ആൻഡ് ടെർബോയുടെ വെയർ ആൻഡ് ടിയർ പ്രിവെൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ മാത്രം കുറച്ചധികം കാലം നിങ്ങൾക്ക് ഡ്യൂറബിലിറ്റി കിട്ടും എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് റിലയബിലിറ്റി അല്ലെങ്കിൽ ഡ്യൂറബിലിറ്റി ഗുണങ്ങൾ ഈ 1 ലിറ്റർ അല്ലെങ്കിൽ 1.2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. സോ ഇപ്പോൾ നിങ്ങൾക്ക് 1 ലിറ്റർ അല്ലെങ്കിൽ 1.2 ലിറ്റർ ടർബോ ആണോ അതോ 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണോ നിങ്ങൾക്ക് പറ്റിയ വാഹനം എന്ന് കൃത്യമായിട്ട് തന്നെ മനസ്സിലായി കാണും അല്ലേ? ഈ 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് അതിന് മിഡ് റേഞ്ച് പഞ്ചാണ്. മിക്കവാറും എല്ലാ 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനുകളിലും ഈ മിഡ് റേഞ്ച് പഞ്ച് അത്ര സ്ട്രോങ് ആയിരിക്കില്ല. പിന്നെ നമ്മുടെ ഹോണ്ടയുടെ VTEC പോലുള്ള ആ ഒരു എഞ്ചിൻ അല്ലെങ്കിൽ ആ ഒരു 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ ആണെങ്കിലും അത് ഷൈൻ ചെയ്യുന്നത് അതിൻ്റെ ടോപ്പ് എൻഡിലാണ്. അതിൻ്റെ മിഡ് റേഞ്ച് പഞ്ച് അത്ര അധികം നല്ലതല്ല. സോ ഈ മിഡ് റേഞ്ച് പഞ്ചിൽ ആ ഒരു കിക്ഡ് ഇൻ ഫീലിംഗ് വേണം എന്നുള്ളവർക്കാണ് ഈ ടെർബോ പെട്രോൾ എഞ്ചിനുകൾ കൂടുതലും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് റെക്കമെൻഡേഷനിൽ പോകുന്നത്. സോ നിങ്ങൾക്ക് പവറാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെങ്കിൽ തീർച്ചയായും ഒരു ടർബോ പെട്രോൾ എഞ്ചിൻ തന്നെ എടുക്കുക. അതല്ല റിലയബിലിറ്റി അല്ലെങ്കിൽ ഹാസൽ ഫ്രീ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു വണ്ടിയെ വെച്ച് എനിക്കൊരു വലിയ തലവേദനയൊന്നും എടുക്കാൻ വയ്യ എന്നാണ് നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്കിൽ തീർച്ചയായും ഒരു നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ കൺസിഡർ ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. ഞാൻ ഈ കോമ്പാക്ട് SUV സെഗ്മെൻറ്റിലാണ് പറയുന്നത്. ഓക്കെ, ഈ പ്രീമിയം ഹാഷ് ബാക്സിൻ്റെ സെഗ്മെൻറ്റിലൊക്കെ നിങ്ങളൊരു നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ എടുക്കുകയാണെങ്കിലും ഡ്യൂറബിലിറ്റി ഉണ്ടാവും, ബട്ട് ഇത്രയും 1.5 ലിറ്റർ എഞ്ചിൻ്റെ അത്രയും ഉണ്ടാവില്ല. എന്തായാലും നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണും എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സിനും ഡീറ്റെയിൽസിനൊക്കെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് അതോടെ നോട്ടിഫിക്കേഷൻസ് ആക്കി വെച്ചേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.